ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഹൈറൈഡറിൻ്റെ പല പുതിയ വേരിയൻറ്റ്സ് കണ്ടിട്ടുണ്ട്, ചില സ്പെഷ്യൽ എഡിഷൻസ് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാര നമുക്കറിയാം, പിന്നെ ഈ അടുത്ത് വന്ന വിക്ടോറിയസ് ഉണ്ട്. ഇതെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ, അതായത് ഗ്ലോബൽ സി പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടുള്ള വണ്ടികളാണ്. എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസും ഒട്ടുമിക്ക രീതിയിൽ സിമിലർ ആണെന്ന് നമുക്ക് പറയാം. 4.3 മീറ്റേഴ്സിൻ്റെ മുകളിലാണ് ഈ പറഞ്ഞ മൂന്ന് വണ്ടികൾക്കും ലെങ്ത് വരുന്നത്. വിക്ടോറിയസിൻ്റെ റിയർ ഓവർഹാങ് അവർ കുറച്ച് കൂട്ടിയിട്ടുണ്ട്, നമുക്ക് അവർ എക്സ്ട്രാ ലെങ്ത് ഒക്കെ തോന്നാൻ വേണ്ടി. പക്ഷേ ടെക്നിക്കലി ഹൈറൈഡറിൻ്റെ അത്രയൊക്കെ തന്നെ ലെങ്ത് അതിനും വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആരും ഇതുവരെ കാണാത്തതും വിക്ടോറിയസ് ആദ്യം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വരും എന്ന് പറഞ്ഞതുമായിട്ടുള്ള 7 സീറ്റർ ഈ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ ഒരു സീരീസിൽ വരുന്ന വണ്ടികളുടെ ടെസ്റ്റിങ് അതവർ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന 7 സീറ്റർ വണ്ടികളായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഏതായാലും അങ്ങ് ലഡാക്കിൽ നമ്മുടെ ഹൈറൈഡറിൻ്റെ ഒരു പുതിയ 7 സീറ്റർ മോഡലിൽ ടെസ്റ്റിംഗ് ആക്ച്വലി സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വണ്ടിയുടെ ബാക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം നന്നായിട്ട് വലിച്ചു നീട്ടിയിട്ടുണ്ട്. നോർമൽ ഹൈറൈഡറിൽ വരുന്ന പോലത്തെ ഒരു ഓവർഹാങ് അല്ല ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്, കുറച്ചും കൂടെ എക്സ്ട്രാ ഓവർഹാങ് ഉണ്ട്. അത് മാത്രമല്ല ബാക്കിലത്തെ ഡോറിൻ്റെ ആണെങ്കിലും ലെങ്ത്ത് കുറച്ച് കൂട്ടിയതുപോലെ എനിക്ക് കണ്ടപ്പോൾ തോന്നി. ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ അത്രയൊക്കെ തന്നെ ലെങ്ത്ത് ബാക്കിലത്തെ ഡോറിന് വരുന്നുണ്ട്. നോർമലി ഇതിലും കുറച്ചും കൂടെ ലെങ്ത്ത് കുറവാണ് ബാക്കിലത്തെ ഡോറിന്. സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ വാഹനത്തിൻ്റെ ഒരു പുതിയ 7 സീറ്റർ മോഡൽ തന്നെയാണ്. അതുപോലെ ബാക്കിലത്തെ ക്വാർട്ടർ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ അതിനും കുറച്ചും കൂടെ വലുപ്പം കൂടിയിട്ടുണ്ട്. ഈവൻ ദോ ഒരു 7 സീറ്റർ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഇത്രയും ചെറിയ ക്വാർട്ടർ ഗ്ലാസ് പോരാ. ബാക്കിൽ നമുക്ക് കുറച്ചും കൂടെ മറ്റേ ലൈറ്റും എയറും ഒക്കെ വരണമെങ്കിൽ, എയറല്ല ലൈറ്റ് വരണമെങ്കിൽ, എയർ ഇപ്പോൾ AC കൊടുത്തുള്ളൂ. ബട്ട് എനിവേ അതാണ് സംഭവം. ഫ്രണ്ടിലേക്കും ബാക്കി സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. അലോയ്സിൻ്റെ ഡിസൈനൊക്കെ ഏകദേശം സിമിലർ ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷേ അഗൈൻ നമ്മൾ ഫ്രണ്ടിലത്തെ ഒരു DRLസിൻ്റെ പൊസിഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ഹൈറൈഡറിൽ കിട്ടുന്ന പോലെയൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രോപ്പർ ഡിഫറൻസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും നമുക്ക് എന്തോരം ബാക്കിലേക്ക് എക്സ്ട്രാ ഓവർഹാങ് വരുന്നുണ്ട് എന്നുള്ളത്. ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്ന ആൾ, അതായത് ലഡാക്കിൽ വെച്ച് വണ്ടി കണ്ട ആൾ പറഞ്ഞത് ഈ വാഹനം ഓൾ വീൽ ഡ്രൈവ് ആണെന്നാണ്. കാരണം ഇതിന് ബാക്കിലേക്ക് പോകുന്ന പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ ഒരു ആക്സിൽ ഉണ്ടായിരുന്നു, അതായത് റിയർ ആക്സിലോട്ട് അത് കണക്റ്റഡ് ആണ്, ബാക്കിൽ ഡിഫറൻഷ്യൽ ഉണ്ട്. സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ വാഹനം ഓൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം വെച്ച് തന്നെയാണ് വരുന്നതെന്നാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഒരു 7 സീറ്റർ ഓൾ വീൽ ഡ്രൈവ് എല്ലാ കൺഫിഗറേഷൻ നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിലും ഹൈറൈഡറിലും ഇപ്പോഴും ഓൾ വീൽ ഡ്രൈവ് കിട്ടുന്നുണ്ട്. അതിനങ്ങനെ ഒരുപാട് ആൾക്കാർ വാങ്ങുന്നൊന്നുമില്ല. പക്ഷെ എന്നാലും അവരിനി വരുന്ന വണ്ടികളും എന്തിനാ കുറയ്ക്കുന്നത്, ഇപ്പോൾ നമുക്ക് മാക്സിമം കൊടുത്തേക്കാം എന്നുള്ള രീതിയിലുള്ളൊരു അപ്രോച്ച് തന്നെയാണ് ഇവരിപ്പോഴും എടുക്കുന്നത്. അതും വളരെ നല്ലൊരു കാര്യമാണ്. ആൾക്കാർ വാങ്ങുന്നില്ലെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ അടുത്തൊന്ന് ഈ വിറ്റാരിലും ഇനി വരാൻ പോകുന്ന ഇബല്ലയിലും ഒന്നും ഇവർ ഓൾ വീൽ ഡ്രൈവ് കൊടുക്കുന്നില്ല. അന്വേഷിച്ച് ഇൻ്റർനാഷണൽ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് ലേഔട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. ഓൾ വീൽ ഡ്രൈവ് വേണമെങ്കിൽ ഇതെടുത്താൽ പോരെ, എന്തിനിപ്പോൾ അതെടുക്കുന്നതെന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. കാരണം ഇത് അത്യാവശ്യം ഡീസൻ്റ്ലി കേപ്പബിൾ ആണ്. ഭയങ്കര ഹാർഡ് കോർ ഓഫ് റോഡിംഗ് ഒന്നും എന്തായാലും പറ്റില്ല, പക്ഷേ സോഫ്റ്റ് ഓഫ് റോഡിംഗ് ഒക്കെ ഉറപ്പായിട്ടും പറ്റും. ഇതിൻ്റെ അകത്ത് ലോ റേഷ്യോ ട്രാൻസ്ഫർ കേസോ പ്രോപ്പർ 4x4 സിസ്റ്റം ഒന്നുമല്ല. അത് വേണമെങ്കിൽ നിങ്ങൾ ജിംനിയുടെ ഓൾ ഗ്രിപ്പ് പ്രോ എന്ന് പറഞ്ഞ ലോ റേഷ്യോ ട്രാൻസ്ഫർ കേസും ഡിഫറൻഷ്യൽ ലോക്ക് ഉള്ള അല്ല ഓപ്പൺ ഡിഫാണത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള വണ്ടി എടുക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഇത് ആക്ച്വലി നല്ലൊരു സെഗ്മെൻ്റ് ആണ് അവർക്ക് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാൻ. ഒരുപാട് വോളിയൂംസ് ഒന്നും ചിലപ്പോൾ ഇപ്പോൾ വിൽക്കുന്നില്ല. ഹൈറൈഡറൊക്കെ 10,000-ത്തിനടുത്തൊക്കെയാണ് അവരിപ്പോൾ വിൽക്കുന്നത്. ഗ്രാൻഡ് വിറ്റാര ഏകദേശം 7,000 to 10,000 ഇടയിലൊക്കെ തന്നെ വിൽക്കുന്നുണ്ട്. വിക്ടോറിയസ് 15,000-ത്തിനടുത്താണ് അവർ വിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സീരീസിൽ വരുന്ന വണ്ടികൾക്കെല്ലാം അത്യാവശ്യം നല്ല സെയിലുണ്ട്. 7 സീറ്റർ ഇറക്കി കഴിഞ്ഞാൽ അത്രയും സെയിൽ വരണമെന്നില്ല. നമ്മളിപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഹ്യുണ്ടായി ഓൾറെഡി എൽക്കസാർ വെച്ച് നടത്തിയിട്ടുള്ളതാണ്. ക്രെറ്റയ്ക്ക് ഏകദേശം 18,000-ത്തിനടുത്ത് ഒരു മാസം സെയിൽ കിട്ടുമ്പം എൽക്കസാറിന് 2,000-3,000 മാക്സിമം കിട്ടുന്നുള്ളൂ. ഈവൻ ദോ എൽക്കസാർ അത്യാവശ്യം നല്ല വണ്ടിയാണ്. നമുക്കിപ്പോൾ അതിൻ്റെയും ഫേസ് ലിഫ്റ്റ് കിട്ടി, ആവശ്യമുള്ള ഫീച്ചേഴ്സ് അതിൻ്റെ അകത്തും കിട്ടുന്നുണ്ട്, സൈസും ആവശ്യത്തിനുണ്ട്. 7 സീറ്റർ ആണെങ്കിലും ബാക്കിൽ സ്പേസ് വലിയ കുഴപ്പമില്ല. തേർഡ് റോയിൽ സെക്കൻഡ് റോ എക്സ്പീരിയൻസ് ക്യാപ്റ്റൻ സീറ്റ്സ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അത്യാവശ്യം നല്ലതാണ്. ഇനിയിപ്പോൾ ഏതായാലും ഇവരുടെ അവസരമാണെന്ന് നമുക്ക് പറയാം. അഗൈൻ ഞാൻ പറയുന്നു, വോളിയൂംസ് അധികം കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു 3,000 ഒക്കെ വെച്ചൊക്കെ ആയിരിക്കും മാക്സിമം സെയിൽ വരുന്നത്. ഇതിപ്പോൾ കാണാനും വലിയ വ്യത്യാസമില്ലല്ലോ. ഇവർ ചിലപ്പോൾ സ്പേസ് അല്ലെങ്കിൽ ബാക്കിൽ അത്രയും വീതി കൂട്ടിയാൽ നീളം കൂട്ടിയാൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. പണ്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് അവർ ഒറിജിനലി അനൗൺസ് ചെയ്ത സമയത്ത് ഇത് നമ്മൾ ഗ്രാൻഡ് വിറ്റാരും ഹൈറൈഡറും 7 സീറ്റർ എക്സ്റ്റൻഡ് വേർഷൻസ് വരുമെന്ന് തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ അവർ അത് ആക്സ് ചെയ്തിട്ട് നേരെ വിക്ടോറിയസിലോട്ട് പോയത്. അരീന വഴി സെയിം ഗ്രാൻഡ് വിറ്റാര തന്നെ കുറച്ച് ഡിസൈനൊക്കെ മാറ്റി ഇറക്കാൻ. അതേതായാലും സക്സസ്ഫുൾ ആയി. ഇനിയിപ്പോൾ അതിൻ്റെ സക്സസിനെ പിന്തുടർന്നായിരിക്കും ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ആൾക്കാർക്ക് അത്യാവശ്യം 6 and 7 സീറ്റർ കൺഫിഗറേഷനിൽ വണ്ടികൾ എടുക്കാൻ താല്പര്യമുണ്ട്. എർട്ടിഗയ്ക്കൊക്കെ നല്ല സെയിലുണ്ട്. 15,000-ത്തിനടുത്തൊക്കെ ആയിട്ട് എർട്ടിഗയ്ക്ക് സെയിൽ കിട്ടുന്നുണ്ട്. ഇവിടെ വേറൊരു 7 സീറ്റർ വാഹനത്തിനും അത്രയും സെയിൽ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ആ ഒരു പോസിബിലിറ്റിയും കൂടെ നോക്കിയിട്ടായിരിക്കും അവർ ഇതിൻ്റെയും കൂടെ എന്നാൽ പിന്നെ നമുക്ക് 7 സീറ്ററും കൂടെ ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നത്. നമുക്ക് നോക്കാം എപ്പോഴത്തേക്ക് വരുന്നു. ലോഞ്ച് ടൈമിലും കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഇത് വരികയാണെങ്കിൽ മിക്കവാറും ഇതിൻ്റെ തന്നെ ഒരു സുസുക്കി വേർഷൻ ഉറപ്പായിട്ടും വരും. കാരണം ടൊയോട്ടയ്ക്ക് മാത്രമായിട്ട് വരും ചെയ്ത് കൊടുക്കില്ലല്ലോ. പിന്നെ പവർ ട്രെയിൻ ഓപ്ഷൻസ് ഒക്കെ ആക്ച്വലി ഓൾ വീൽ ഡ്രൈവും 1.5
ഫൈവ് NA പെട്രോളൊക്കെ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ കൂടെ ഹൈബ്രിഡ് പവർട്ടനും ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം അതാണ് ഈ വണ്ടികളെ എപ്പോഴും കുറച്ച് സ്റ്റാൻഡേർഡ് ചെയ്ത് നിർത്തുന്ന ഒരു സംഭവം ഈ സെഗ്മെൻറ്റിൽ. ഇനിയിപ്പോൾ ഡസ്റ്ററും കൂടെ വന്നു കഴിഞ്ഞാൽ പോലും ഇതിനാണ് ആദ്യം ഹൈബ്രിഡ് ഉണ്ടായിരുന്നത്. ഡസ്റ്റർ വന്നാലും ആക്ച്വലി ഇതിനും പിന്നെ ഡസ്റ്ററിന് മാത്രമേ ഇപ്പോഴും ഹൈബ്രിഡ് ഉള്ളൂ. പിന്നെ നിസാൻ്റെ ടെക്ട്രോൺ വരികയാണെങ്കിൽ അതിനും ടെസ്റ്റിംഗ് ഒക്കെ ഇപ്പോൾ നടക്കുന്ന സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് സീസണൊക്കെ ആകുമ്പോഴേക്കും ഈ വാഹനത്തിൻ്റെ ലോഞ്ച് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റിവീലെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ഇനി ഒന്നും വന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ഈ വാഹനം അനൗൺസ് എങ്കിലും ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. പൊതുവേ സുസുക്കി എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റർ മീറ്റപ്പ് അല്ലെങ്കിൽ ഡീലർ മീറ്റപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുന്ന സമയത്ത് വണ്ടികൾ അനൗൺസ് ചെയ്യുന്നതാണ്. ആ സമയത്ത് അവർ എന്തൊക്കെയാണ് ഇനി ഉള്ളത് അങ്ങനത്തെ ഫുൾ പ്ലാൻസ് പറയും. അപ്പോൾ ആ സമയത്ത് നമുക്കിതൊക്കെ കിട്ടാം, കാണാൻ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. വണ്ടി ലിറ്ററിൽ കാണാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. എനിവേ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം? ഈ ഒരു വാഹനം വേണോ അതോ വരണ്ട എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നൊക്കെ താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചാനൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.